ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ഉൽപ്പത്തിയുടെ പുസ്തകം 50-ാം അധ്യായം 20-ാം തിരുവാക്യം. നിങ്ങളെനിക്ക് തിന്മ ചെയ്തു, പക്ഷേ ദൈവം അത് നന്മയ്ക്കായി മാറ്റി. ഇന്ന് കാണുന്നത് പോലെ അനേകം പേരുടെ ജീവൻ രക്ഷിക്കാൻ വേണ്ടിയാണ് അവിടുന്ന് അത് ചെയ്തത്. ആമേൻ, ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, പൂർവ്വപിതാവായ ജോസഫ് തൻ്റെ സഹോദരന്മാരെ കാണുമ്പോൾ പറയുന്ന വാക്കുകളാണ് ഇത്. തന്നെ നശിപ്പിക്കാൻ വേണ്ടി കിണറ്റിലെറിയുകയും അവിടുന്ന് എടുത്ത് പിന്നീട് അടിമയാക്കി വിൽക്കുകയും ചെയ്ത സഹോദരന്മാർ ജോസഫിനോട് ക്രൂരമായി പെരുമാറി. എങ്കിലും അവരുടെ ദുരിതത്തിൽ അവരെ ആശ്വസിപ്പിക്കുന്ന ജോസഫിനെ നമുക്ക് കാണാൻ സാധിക്കും. തൻ്റെ സഹോദരന്മാർ തന്നെ നശിപ്പിക്കാനായിട്ട് ശ്രമിച്ചു. എങ്കിലും നല്ലവനായ ദൈവം, താൻ വിശ്വസിക്കുന്ന ദൈവം തന്നെ എടുത്തുയർത്തി ഈജിപ്തിൻ്റെ ഭരണാധികാരിയെ മാറ്റി. ഇത്രയും വലിയ നന്മ ദൈവം ചെയ്തത് ഓർത്തുകൊണ്ട് ദൈവത്തെ സ്തുതിക്കുകയും അതോടൊപ്പം തന്നെ തന്നോട് ക്രൂരത കാണിച്ച സഹോദരന്മാരോട് ക്ഷമിക്കുകയും അവരുടെ കരുണ കാണിക്കുകയും ചെയ്തു. ഇതുപോലെ പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതത്തിൽ നമ്മളെ തകർക്കാനായിട്ട്, നമുക്ക് തിന്മയുണ്ടാകാനായിട്ട് ശ്രമിച്ച എല്ലാ മക്കളെയും ദൈവത്തെ സന്നിധിയിൽ സമർപ്പിക്കാം, അവരോട് ക്ഷമിക്കാം, അവർക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. അതുവഴി ദൈവത്തിൻ്റെ വലിയ കൃപ നമ്മളിലേക്ക് ഒഴുകാനും അതെല്ലാം നമ്മുടെ നന്മയ്ക്കായിട്ട്, അനേകരുടെ നന്മയ്ക്കായിട്ട് മാറാനായിട്ട് ഇടയാക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. നിത്യം പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ, ഹല്ലേലൂയ.